ഒരാൾ ബെഡ്റൂമിൽ നിന്നുകൊണ്ട് തൻ്റെ മോതിരമുരി ടേബിളിൻ്റെ മുകളിൽ വെക്കുകയാണ്. ജിമിന ബേബി, ആ ഡോറൊന്ന് തുറന്നേ. ആ ചേട്ടാ, അതെ, തുറക്കുക. ജിമിൻ പുറത്തോട്ട് നടക്കുകയാണ്. ജിമ്മിൻ്റെ കൈ തട്ടി ആ മോതിരം താഴെ വീഴുന്നു. പക്ഷേ ജിമിൻ അത് കാണുന്നില്ല. ചേട്ടൻ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നോ? ആ ബേബി, ഞാൻ പേ ചെയ്തു കേട്ടോ, വാങ്ങിച്ചാൽ മതി. ആ ശരി. ജിമിൻ വാതിൽ തുറന്ന് ഭക്ഷണം വാങ്ങിച്ച ശേഷം വാതിലടയ്ക്കുന്നു. വിടൂ മനുഷ്യ, എനിക്ക് ദേ, ഞാൻ കുളിച്ചിട്ടില്ല. എന്നെ ഒന്ന് സ്മെൽ ചെയ്യാതെ. ഞാനാരാ? മിനിയുങ്കി, എൻ്റെ ബോയ് ഫ്രണ്ട്. എനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. ചേട്ടാ, ഓ, എന്നെ ഒന്ന് വിട, എനിക്ക് വിശക്കുക. നിൻ്റെ റിങ് എന്ത് ചെയ്യേ? ഞാനത് ഊരി വെച്ചേക്കുക. ചേട്ടനറിയാലോ, ഞാൻ കുളിക്കുന്നതിന് മുൻപ് അതങ്ങ് ഊരി വയ്ക്കും. ഡിന്നറിന് പകരം എനിക്ക് നീയാണെങ്കിലും മതി. ദേ, ചുമ്മാ ഓർന്ന് കാണിക്കാതെ എന്നെ ഒന്ന് വിട്ടെ, എനിക്ക് കുളിക്കണം. ചെല്ല് ചെല്ല്. നോക്കി നിൽക്കാതെ പോയി കുളിക്കും മനുഷ്യ. അങ്ങനെ ഇങ്ങ് ഓടിക്കല്ല മുത്തേ, പോകുക. ചെല്ല്. ഈശ്വര, ഞാനിവിടല്ലേ വെച്ചേ. അയ്യോ, മോതിരം എന്തിയേ? എനിക്ക് വിശക്കുവാ ബേബി, നമുക്ക് പോയി വല്ലതും കഴിക്കാം. ആ ചേട്ടാ, കഴിക്കാം. എന്താ ബേബി, വല്ല പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം ചേട്ടാ? ഒരു പ്രശ്നമില്ല. എങ്കിൽ ശരി, ഇരിക്കെ, നമ്മൾക്ക് കഴിക്കാം. എന്താ ബേബി, എന്താ പ്രശ്നം? അത് പിന്നെ ചേട്ടാ, കാണാനില്ല. കാണാനില്ലെന്നോ? എൻ്റെ റിങ് എന്ത് ചെയ്യേ? അത് പിന്നെ ചേട്ടാ, എങ്ങും കാണാനില്ല. എന്താണ് എൻ്റെ ഉദ്ദേശം? വല്ലയിടത്തും കൊണ്ടുപോയി കളഞ്ഞോ? എനിക്കത് എങ്ങാ വെച്ചെന്ന് ഓർമ്മയില്ല. എന്താണ് എൻ്റെ ഉദ്ദേശം? ചേട്ടാ, ഒന്ന് കാമായിക്കാൻ. ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാ, ഞാൻ കുളിക്കാൻ പോകുമ്പോഴാണ് ഊരി വെച്ച്. ഇത് നിൻ്റെ വല്ല കൂപ്പിലെടുത്ത പ്രാങ്കാണെങ്കിൽ നിർത്തിക്കോ ജിമിൻ, നിനക്കതാ നല്ലത്. ഇല്ല ചേട്ടാ, പ്രാങ്ക് ഒന്നുമല്ല. ഞാനത് എവിടെയും കൊണ്ടുപോയി കളഞ്ഞതല്ല. ഇവിടെ ഉണ്ടാവും, എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ കണ്ടുപിടിക്കാം വിത്തിൻ ടുമോറോ. ജിമിൻ, മര്യാദയ്ക്ക് പറ, റിങ് എന്ത് ചെയ്യേ? ചേട്ടാ, ഒന്ന് കാമായിക്കുക. എനിക്കറിയാം ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ട പൈസ ചേർത്തി ആ റിങ് എനിക്ക് വാങ്ങിച്ചു തന്നെ. പക്ഷെ എക്സാക്ട്ലി, ഞാൻ ഓരോ ദിവസം ഫുഡ് കഴിക്കാതെ ഇരുന്നിട്ടാണ് നിനക്ക് ആ റിങ് വാങ്ങിച്ചു തന്നെ. പ്ലാറ്റിനം റിങ്. അങ്ങനെ അങ്ങ് കളഞ്ഞു കുളിക്കാൻ പറ്റിയതല്ല ജിമിനത്. ചേട്ടാ, ഓ ജിമിൻ, മൂങ്ങാതെ. ഇയാളൊക്കെ ഒന്ന് കാറിനകത്ത് നിർത്താൻ പറ്റൂലേ? ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയണേ? ആ റിങ് എൻ്റെ റിപ്രസെൻറ്റേഷൻ ആയിരുന്നു ജിമിൻ. അതൊന്നും അല്ലാത്ത പോലെ നീ അങ്ങ് കളഞ്ഞു കുളിച്ച് നിൽക്കുക. ഞാൻ നിനക്ക് ആരുമല്ലേ? പ്ലീസ് ചേട്ടാ, ഒന്ന് കാമായിക്കേ. ബെഗ്ഗിങ് യു. ഞാനത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ഞാനൊരു പുതിയ സാധനം വാങ്ങിക്കാം. നിൻ്റെ ആ കൂപ്പിൽ റിച്ച് ആറ്റിറ്റ്യൂഡ് എൻ്റെ മുന്നിൽ കാണിക്കില്ലേ ജിമിൻ? ഹോസൊക്കെ അപ്പോഴേ പറഞ്ഞതാ, ഈ പൈസയുള്ള ആൾക്കാരോടൊന്ന് സൂക്ഷിക്കണമെന്ന്. ചേട്ടാ പ്ലീസ്, എനിക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡും ഇല്ലെന്ന് ചേട്ടനറിയാം. എനിക്ക് ചേട്ടൻ അത്ര ഇഷ്ടമാണ്. ചേട്ടൻ അധികം സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും ചേട്ടൻ്റെ അടുത്ത് എത്ര പൈസ ഉണ്ടെന്നുള്ളതൊന്നും ഞാൻ കെയർ ചെയ്യണില്ലെന്ന് ചേട്ടനറിയാലോ. ആണോ? പിന്നെ എനിക്കറിയാം ജിമിൻ, നീ കെയർ ചെയ്യണില്ല എന്ന്. കെയർ ചെയ്യാത്ത കൊണ്ടാണല്ലോ റിങ്ങും കളഞ്ഞു വിളിച്ച് നിൽക്കണേ. ചേട്ടാ പ്ലീസ് കാം ഡൗൺ. വാ തുറക്കല്ലേ ജിമിൻ നീ.
ചേട്ടന് എന്നെക്കാളും വാല്യൂ ആ റിങ്ങാണോ? അതിൻ്റെ റിപ്രസെൻറ്റേഷനാണ് ജിമിൻ. ഇറ്റ് വാസ് ദ സൈൻ ഓഫ് അവർ ലവ്. അത് വെറും റിങ്ങാണ്, വട്ടി പിടിച്ച പോലെ കാണിക്കാതെ. ജിമിൻ, നീ വെറുതെ ഒന്ന് പറയല്ലേ. എന്നെ ചൊടിപ്പിക്കേണ്ട നീ. ഞാൻ പറഞ്ഞാന്ന് വേണ്ട. ഇയാൾക്കൊന്ന് നിർത്താവോ? ഇതുകൊണ്ട് ഇത്രയും വിഷമം ഇയാൾക്ക് മാത്രമൊന്നുമല്ല, എനിക്കുമുണ്ട്. ജിമിൻ, നീ ഓ, ഇത്രയ്ക്ക് മാത്രമായോ? എന്നെ അടിക്കാൻ മാത്രം? വല്ലതും പറ മനുഷ്യ. ജിമിൻ, നീ പോ. ചേട്ടൻ ബ്രേക്കപ്പ് ചെയ്യാണോ? അതെ, ഗെറ്റ് ഔട്ട്. അത്രയ്ക്ക് മാത്രമായല്ലേ? ശരി, ഞാൻ ഇറങ്ങിത്തരാം. ഹലോ ടേം, ആമത്തെ പറ. ആള് ബ്രേക്കപ്പ് ചെയ്തടാ. എന്തോന്ന്? എന്നെ ഓൾമോസ്റ്റ് അടിച്ചടാ. നീ ഫസ്റ്റോട് കാര്യം പറഞ്ഞേ. അത് പിന്നെ റിങ് കാണാനില്ലെന്നാണ് എൻ്റെ നിഗമനം. നിഗമനോ? പുള്ളിക്കാരനെ എന്തോന്ന് പാടുപെട്ടുകൊണ്ട് ആ പൈസ ചേർത്ത് വെച്ച് ആ റിങ് നിനക്ക് മേടിച്ചെന്ന് നിനക്കറിയാമല്ലോ. പിന്നെ എന്തോന്നാ? അതൊക്കെ എനിക്കറിയാം ടേം. ഞാൻ കളഞ്ഞതല്ല, ഓൺ പർപ്പസ് ചെയ്തതല്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്നതാ. കുളിക്കാൻ പോയപ്പോൾ എനിക്കറിയില്ല, എങ്ങോ പോയടാ, കളഞ്ഞു പോയി. നീ റൂമൊക്കെ ഒന്ന് നോക്കിയോ? എല്ലായിടത്തും നോക്കി, എവിടെയും കാണാനില്ല. നീ പുള്ളിക്കാരനോടൊന്ന് സംസാരിച്ച് നോക്ക്. അത് കണ്ടുപിടിച്ചോളാമെന്ന് പറ. ഞാൻ എല്ലാം പറഞ്ഞതാ. പുള്ളിക്കാരൻ ബ്രേക്കപ്പ് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്തോന്നാ? എൻ്റെ മുത്തേ, അത് വല്ല ദേഷ്യത്തിലും പറഞ്ഞതാവും. എന്നെ ഓൾമോസ്റ്റ് അടിച്ചിട്ടേ. ഞാൻ ഒന്നും നടക്കാതെ പോലെ എങ്ങനെ അഭിനയിക്കാനാ? അതിപ്പോൾ ഞാനും കൂക്കയും ഫൈറ്റിടാത്ത പോലെ ഒന്നും അല്ലല്ലോ. ചില സമയത്ത് കാര്യങ്ങളൊക്കെ കുളമാകും, അത് കാര്യമാക്കണ്ട. നിങ്ങൾ പിന്നെ ഓൾ ടൈം ഫൈറ്റാണല്ലോ. സോക്ചിൻ ചേട്ടനും നാംജുൻ ചേട്ടനും എങ്ങനെ ഫൈറ്റിടാതിരിക്കുന്നതെന്ന് എനിക്കറിയാൻ മേല. പിന്നെ അവർ 4 ചുമരിനകത്ത് നിന്ന് ഫൈറ്റിടും. അതങ്ങ് പുറത്തറിഞ്ഞില്ല എന്ന് വെച്ച് ഫൈറ്റ് ചെയ്യില്ല എന്നായോ? പിന്നെ നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞോ, നീ അറിയണ്ട. ഇതേട്ടെ, അവൻ കളിക്കല്ലേ. ഞാൻ പറയണ കേൾക്ക്. 3 വർഷമായിട്ട് നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അങ്ങ് ബ്രേക്കപ്പ് ചെയ്തൊന്നും പോകാൻ ഒക്കുകയില്ല. അതിപ്പോൾ റീസൺ ഇല്ലാതെ അല്ലല്ലോ. എനിക്കിനി ആളോടൊപ്പം ഇരിക്കണ്ട. ആർ യു ഷുവർ? മോർ ദാൻ ഷുവർ ആണോ? മോർ ദാൻ ഷുവർ. ശരി, എനിക്കിനി ആളെപ്പറ്റിക്ക് അറിയണ്ട. അപ്പോഴത്തേക്ക് മൂവ് ഓണൊക്കെ ചെയ്തോ? ചെയ്തു. സാറേ എന്താ? അല്ല, ഇന്ന് 4th ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അതെ, ചെയ്യുക. യൂണിച്ചായ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല ഹുസോക്ക്. എങ്കിൽ ശരി. ഹലോ ഹുസോക്ക്. എന്നാ പ്രശ്നം? ഏതാണ്ട് പ്രശ്നമുണ്ട്. ഞാനതിപ്പോൾ 5ാമത്തെ പ്രാവശ്യം ചോദിക്കണേ. അത് പിന്നെ എടാ, അവൻ ആ റിങ് കളഞ്ഞു. എന്തോന്ന്? ഞാൻ ബ്രേക്കപ്പും ചെയ്തു. ഈശോയെ, എന്നാ ഇച്ചായതെന്നാ പറയണേ? അല്ല, ഞാൻ വേണമെന്ന് വെച്ച് ബ്രേക്കപ്പ് ചെയ്തല്ല. അപ്പോൾ ഓൾറെഡി മിസ് ചെയ്യുക അല്ലയോ? അങ്ങനെ പറയാം. ഞാൻ എൻ്റെ പേരൻസിനെയും എതിർത്തല്ലയോ അവൻ്റെ കൂടെ ലിവിങ്ങിൽ ആയത്. അതിപ്പോൾ ഇയാളുടെ പേരൻസ് ഹോമോഫോബിക് ആയത് അവൻ്റെ തെറ്റാണോ?
ആ എന്തേലും ആവട്ടെടാ. ഞാൻ പറയണ കേൾക്ക്, അവനൊന്ന് വിളിക്ക്. എനിക്ക് തോന്നണില്ല അവൻ എടുക്കുമെന്ന്. ഓക്കെ ചായ. എല്ലാം ശരിയാവും, വിഷമിക്കണ്ട കേട്ടോ. ആ ശരി, ഞാൻ ഫോൺ വയ്ക്കുക. ചാൻ അവനെ വിളിച്ചു നോക്കുക. ആ ശരി ഹോസു, ബൈ ചായ. ബൈ. എനിക്ക് തോന്നണില്ല അവൻ്റെ എടുക്കുമെന്ന്. എൻ്റെ ജിമ്മിനെ, നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കണോ? ആ ചേട്ടാ. അപ്പം ഈ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സർ, ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി പറയാമോ? ഷുവർ. ഐ ലവ് യു ചേട്ടാ. ഐ ലവ് യു ടു ബേബി. ഞാൻ കഞ്ചിയെ മിനിയോങ്കി. തേപ്പ് കിട്ടിയതാണോ? അല്ല, ഞാൻ തേച്ചോളാം. ഇയാളെ കൊണ്ട് മറക്കാൻ പറ്റണില്ല അല്ലേ? വാ, എൻ്റെ കൂടെ വാ. ഒരു രാത്രി അത് മതി, ഞാൻ മറക്കാൻ സഹായിക്കാം. എന്താ? ഒത്തിരി കൊതിപ്പിക്കല്ലേ ജിമ്മിൽ, നാളെ നീ എണീറ്റ് നടക്കൂല. ആണോ? എനിക്കാണെങ്കിൽ നാളെ നടക്കണമെന്ന് തീരെ ആഗ്രഹമില്ല. I'm gonna make you scream my name. Do it, Daddy. താൻ വേറെ ആളെ പിടിക്കാൻ നോക്ക്. അങ്ങനൊന്നും വരാൻ ചാൻസേ ഇല്ല കേട്ടോ. ആളല്ലേ എന്നോട് ബ്രേക്കപ്പ് ചെയ്തേ, പിന്നെ എന്തിനാ സൂയിസൈഡൊക്കെ? എങ്കിൽ ശരി, ഞാൻ പിന്നെ ഒരു ഡേറ്റിന് പോകുക. എന്നാ, ഒരു പ്രോസറ്റ് പെണ്ണുമ്പിള്ളുണ്ട്, പുള്ളിക്കാരി എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞു. ആണോ? എന്നിട്ട് ഡേറ്റിന് പോയാലോ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ പറയാമെന്നാ പറഞ്ഞേക്കണേ. അപ്പോൾ എൻ്റെ മോനൊക്കെ ചെയ്തു അല്ലേ? അതെ, ചെയ്തു. നാളെ ആൾ വർക്ക് ചെയ്യുന്ന അതേ കഫേലോട്ട് പോയി ഞാൻ ഡേറ്റ് ചെയ്യും. ഓ അങ്ങനെ. അല്ല, എന്താ കാരണം? പുള്ളിക്കാരൻ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ ഫോണും കട്ട് ചെയ്തു, സ്വിച്ച് ഓഫും ചെയ്തു വെച്ചു. അതിനുശേഷം വിളിച്ചിട്ടില്ല. ഫോൺ ചെയ്യാൻ നല്ല കഷ്ടപ്പാട്ടിലാണെന്ന് എനിക്ക് മനസ്സിലായി. I'm gonna show him what he's lost. രണ്ടാമത്തെ വേണ്ടാത്ത പണിക്ക് നിൽക്കല്ലേ. I'm gonna show him that he has lost me. അപ്പോൾ പുള്ളിക്കാരനും ബൈസെക്ഷലാണെന്നുള്ളത് കാണിച്ച് വല്ല പെണ്ണുമ്പിള്ളിനെയും കൂട്ടി ഡേറ്റിന് വന്നാൽ അപ്പറിയും. എനിക്ക് തോന്നണമല്ല നീ മൂവ് ഓൺ ചെയ്തെന്ന്. ഇല്ല, ഞാൻ മൂവ് ഓൺ ചെയ്തു. പുള്ളിക്കാരൻ എന്നെ കാണും വേറെ പെങ്കൊച്ചായിട്ട് ഡേറ്റിന്. ഞാൻ പോണത് എന്തായാലും ഞാൻ കാണിക്കും. നീ കാണിക്കണതൊക്കെ കാണിച്ചോ, റിഗ്രറ്റ് അടിക്കണ ഒന്നും ചെയ്യില്ല മുത്തേ. ഇല്ലട്ടെ. പിന്നെ കൂടുതൽ പറ. എന്തോന്ന് പറയാൻ? നിൻ്റെ
പുതിയ ഡേറ്റ്? ആ, പുള്ളിക്കാരിയുടെ പേര് അന്നയോനെന്നാ. മാത്സ് ടീച്ചറാണ്. മാത്സ് ടീച്ചറോ? കൊള്ളാലോ. മേ ബി. അതെന്നാ മുത്തേ അങ്ങ് ഷൈ അടിക്കാത്ത? ഷൈയോ? എന്തിന്? അത് പിന്നെ എൻ്റെ ബോയ് ഫ്രണ്ടിനെ പറ്റി പറയുമ്പോൾ ഫുൾ ടൈം ഷൈ ആണല്ലോ. എൻ്റെ എക്സ് ബോയ് ഫ്രണ്ട്. ഓക്കെ, വട്ടവർ. ഞാൻ ഒരാണാണ്, എനിക്ക് ഷൈ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓ അങ്ങനെ. ഓക്കെ ഓക്കെ. എക്സ്ക്യൂസ് മീ, ഞാൻ ചോദിച്ചത് ഐസ് ലാറ്റെയാ, മോക്കല്ല. ഞാൻ ചോദിച്ചത് ക്യാpuchino-വാ. ഇയാൾ തന്നേക്കണത് ഐസ് ലാറ്റയും. അയ്യോ, ഓർഡർ മാറിപ്പോയതാ, സോറി കേട്ടോ. യുങ്കിച്ച മാറിക്കേ. സോറി സാർ, സോറി മാഡം. ഞാൻ ദയവ് നിങ്ങളുടെ ഓർഡർ ഇപ്പോൾ സെർവ് ചെയ്യാം. ചെയ്യാ വന്നേ. നീ അതങ്ങ് വിടുവോ സോക്ക്? അങ്ങനെ അങ്ങ് വിടാൻ പറ്റത്തില്ല ചെയ്യാ. ചാൻസ് ഒരു നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് പിന്നെ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റണില്ലടാ. ഞാൻ ആ ബ്രേക്കപ്പ് ഒക്കെ ചെയ്ത, പക്ഷേ എനിക്കറിയത്തില്ല, എന്തോ എനിക്ക് പറ്റണില്ല. ഞാനിപ്പോൾ കണ്ടാൽ പറയും എന്തോ അസുഖമുണ്ടെന്ന്. നേരെ ചൊവ്വ ഫുഡ് അടിക്കണില്ല, ഉറക്കമില്ല, ഫുൾ ടൈം കുടി, വെള്ളമടിച്ച് നടപ്പ്. ഇതൊന്നും ശരിയല്ല. എനിക്ക് അവനെ വേണട്ടോ. ആ, വെള്ള വാല്യോ. ഞാൻ വോഡ്ക അടിച്ചോണ്ടിരിക്കുക. ആ, ബെസ്റ്റ്. പോയി കിടന്നുറങ്ങാൻ നോക്ക്. ബേബി വാ ബേബി. ഓസോ പറയടാ, അങ്ങോട്ട് വരാൻ പറ. ചെയ്താ നീ ഫോൺ വയ്ക്കുക. കിടന്നുറങ്ങാൻ നോക്ക്. ബേബി വാ ബേബി. ഓസോ പറ ഓസോ. ഗുഡ് നൈറ്റ്. ജീവന ബേബി. എന്തൊരു മാറ്റാതിച്ചായ, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കുടിച്ചേനെ. ഓ, അതൊക്കെ അങ്ങ് വീട് കോപ്പി. അതെ, അച്ഛനൊരു മനുഷ്യനാണ്. അത്യാവശ്യം വൃത്തിയുള്ള എൻവറോൺമെൻറ്റ് ജീവിക്കണം. അങ്ങനെയൊന്നും വിടാൻ ഒക്കെയില്ല. ഓ, അവൻ്റെ OCD. ആ, ഇച്ഛൻ എന്നാ വേണേലും പറഞ്ഞു, ഐ ഡോണ്ട് കെയർ. അതേ ഇച്ഛയാ, എന്താടാ റിങ്ങില്ലയോ? ആടാ റിങ്. ഹായ് നയോൺ. ആ ജിമിൻ, ഹലോ. എനിക്ക് വളരെ സന്തോഷമായിട്ടോ ഇയാൾ വരാമെന്ന് പറഞ്ഞതിൽ. നമ്മൾക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. ചെയ്യാമല്ലോ. എക്സ്ക്യൂസ് മീ, ഒരു ക്യാpuchino. എനിക്കും ക്യാpuchino മതി. ഷുവർ സർ. ഡേറ്റിന് വരാനൊക്കെ സമ്മതിച്ച് വന്നു, പക്ഷേ ഇയാളെ വേറെ ഏതോ ലോകത്താണല്ലോ. അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഓർഡേഴ്സ്. ആ, ചേട്ടൻ. എക്സ്ക്യൂസ് മീ, ഓർഡർ സെർവ് ചെയ്യൂ. സോറി, എന്നെക്കൊണ്ട് ഇനി ഇത് പറ്റില്ല. ഐ എം റിയലി സോറി. ഹോസോക്ക് ചേട്ടാ, പുള്ളിക്കാരൻ എന്തിയെ? യുങ്കിച്ചൻ വീട്ടിൽ പോയി. നീ എന്താ ഇവിടെ? ചേട്ടാ, ഐ എം സോറി. ഇഞ്ഞൊരുള്ള ഡേറ്റ് ചെയ്യണതിന് എന്തിനാ സോറി? ഞാനല്ലേ നിന്നോട് ബ്രേക്കപ്പ് ചെയ്ത്. ഞാൻ പുള്ളിക്കാരി ഡേറ്റ് ചെയ്യൊന്നുമല്ല. അതിപ്പോൾ എങ്ങനെയാണെങ്കിലും ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. ഞാൻ യു ക്യാൻ ലീവ്. യു ഷോ മീ വാട്ട് ഐ ഹവ് ലോസ്റ്റ്. എന്നെക്കൊണ്ട് ഇനിയും വയ്യ ചേട്ടാ. ഞാൻ എങ്ങനെ പ്രറ്റൻഡ് ചെയ്യും? എന്നെക്കൊണ്ട് എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും? നമ്മളെല്ലാം
ഷെയർ ചെയ്ത് പിന്നെ ഇത്രയും കടന്നു വന്ന് പിന്നെ എങ്ങനെയാ ചേട്ടാ? ഐ ലവ് യു, ഐ എം സോറി. യു ഡിസേർവ് ബെറ്റർ ജിമിൻ. ഞാനൊരു സൈക്കോ ആണ്. ഒരു റിങ്ങിൻ്റെ പേരിൽ ഇത്രയും വലിയ സീനാക്കാൻ പാടില്ലായിരുന്നു. തെറ്റ് എൻ്റെ ആയിരുന്നു. ഐ ഷുഡൻ ഹാവ് ലോസ്റ്റ് ഇറ്റ്. എത്രയും കഷ്ടപ്പെട്ട ചേട്ടൻ പൈസ ചേർത്ത് വെച്ച് എനിക്കത് വാങ്ങിച്ചു തന്നെന്ന് എനിക്കറിയാം. എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ റിയാക്ഷൻ എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. ഐ എം സോറി, പ്ലീസ്, ഐ വാണ്ട് യു. എനിക്ക് ആ റിങ് കിട്ടി. ഹോസൊക്കെ വന്നിരുന്നു. അവൻ റൂമെല്ലാം ക്ലീൻ ചെയ്ത് തന്നു. അപ്പോഴാണ് കിട്ടിയ ടേബിളിന് അടിയിലുണ്ടായിരുന്നു. ഷേ, എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത്. ഞാൻ ആ റിങ് ഒരു ടേബിളിന് മേത്ത വെച്ച് ഫുഡ് ഡെലിവറി വന്നപ്പോൾ വാങ്ങിക്കാൻ പോയി. അന്നേരം കൈ തട്ടി താഴെ വീണതാവും. ഞാനത് ടേബിളിൻ്റെ ഫസ്റ്റ് ഡ്രോയറിൽ വെച്ചിട്ടുണ്ട്. ചേട്ടാ, ഐ മിസ്ഡ് യു സോ മച്ച്. ഐ വാണ്ട് യു. ലെറ്റ്സ് സ്റ്റാർട്ട് അഗൈൻ. നമ്മൾ മൂവ് ഒന്നും ചെയ്യണ്ട. ഐ ലവ് യു ബേബി. ഡാഡി, ഐ വാണ്ട് യു റൈറ്റ് നൗ. ചേട്ടാ, ഐ ലവ് യു. ഐ ലവ് യു ടു. എന്നാലും ഞാൻ ഇത്ര വലിയ മണ്ടനായി പോയല്ലോ. എന്നെക്കൊണ്ട് മൂവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതി. പക്ഷേ നീ ഇന്നൊരാളെയും കൂട്ടി ഡേറ്റിന് പോയി. എന്നെക്കൊണ്ട് അൺഇൻറ്റൻഷനലി പോലും മറ്റൊരാളെ ഒന്ന് സ്പർശിക്കാൻ പോലും പറ്റിയില്ല. ചേട്ടാ, ഞാൻ ലോയലാ. ഞാനങ്ങനെ ആരെയും തൊട്ടിട്ടൊന്നുമില്ല. അറിയാം. നമ്മൾക്ക് പുറത്തെങ്ങാനും പോയാലോ? ലണ്ടൻ, അങ്ങനെ എന്തെങ്കിലും സ്ഥലത്തോട്ട് നമ്മൾക്ക് പോയൊന്ന് കല്യാണം കഴിക്കാം. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു റീസണൊന്നും നമ്മളെ ബ്രേക്കപ്പ് ചെയ്യില്ലല്ലോ. ആ റിങ് കളഞ്ഞു പോയത് കുഞ്ഞു റീസണൊന്നും അല്ല. എന്നാലും ശരി. എന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞ്? എന്നെ എന്താ ചേട്ടൻ കിട്ടണ്ടേ? കേട്ടാലോ, നമ്മൾക്ക് സെയിം സെക്സ് വെഡിങ് ലീഗലായിട്ടുള്ള ഏതെങ്കിലും രാജ്യത്തോട്ട് പോയി കെട്ടാം. എന്നിട്ട് നമ്മൾക്ക് കുഞ്ഞുവാവി അഡോപ്റ്റ് ചെയ്യാം. എന്നിട്ട് ഒരു ഫാമിലിയായിട്ട് ജീവിക്കാം. എല്ലാം പ്ലാൻ ചെയ്തേക്കുവാണല്ലോ. അതെ, എല്ലാം പ്ലാൻ ചെയ്തേക്കുക.